സർക്കാരിന്റെ സീപ്ലെയിൻ പദ്ധതിക്കെതിരെ ആലപ്പുഴയിലെ CPM CPI നേതാക്കൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഏതെങ്കിലും രീതിയിൽ ദോഷകരമാവുകയാണെങ്കിൽ സീപ്ലെയിൻ പദ്ധതിയെ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് CPM MLA PP ചിത്തരഞ്ജനും CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസും വ്യക്തമാക്കി. ആലപ്പുഴയിൽ സീപ്ലെയിൻ ആവശ്യകതയല്ലെന്നും ഇരുവരും പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണെങ്കിലും സീപ്ലെയിൻ പദ്ധതി മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചാൽ എതിർക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളി നേതാക്കളായ PP ചിത്തരഞ്ജൻ MLAയും TJ ആഞ്ചലോസും. 2013 UDF സർക്കാർ ആലപ്പുഴയിൽ നടപ്പാക്കാനിരുന്ന പദ്ധതിക്കെതിരെ CITU മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. 2013 അങ്ങനെ ഒരു അഭിപ്രായവും നിലപാടും ഒന്നുമില്ലാതെ ഒരു ചർച്ചകളോ കാര്യങ്ങളോ നടക്കാതെ അപ്പോൾ സ്വാഭാവികമായി മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാകും. ആ ആശങ്കയാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. തുടർന്നും മത്സ്യത്തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഇടങ്ങളിലേക്ക് ഈ സീപ്ലെയിൻ കടന്നു വരുന്ന ഒരു സാഹചര്യം വന്നാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അത് വരാത്ത നിലയിൽ തന്നെ അത്തരം കാര്യങ്ങൾ എങ്ങനെ പരിശോധിച്ച് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കാര്യം എങ്ങനെയൊക്കെയാണ് പ്രോജക്റ്റ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയുള്ളവരുടെ തൊഴിൽ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമാണ്. ആ ആശങ്കയാണ് ഞങ്ങൾ അന്ന് പ്രകടിപ്പിച്ചത്. അതേ സംബന്ധിച്ച് പിന്നെ ഒരു ചർച്ചയും കാര്യങ്ങളൊന്നും നടത്താതെ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുണ്ടായി. ആരംഭിക്കും മുമ്പും ചർച്ച ചെയ്തില്ല, അവസാനിക്കുമ്പോഴും ചർച്ച ചെയ്തില്ല. അന്ന് ഒറ്റ ദിവസം തന്നെ സമരം ചെയ്ത് അടുത്ത ദിവസം അവർ പോവുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അപ്പോൾ അത് തൊഴിലെ ബാധിക്കാത്ത നിലയിൽ ഏത് വികസനം വരുന്നതിനും നമുക്ക് ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല. അത് നാടിന് ആവശ്യമായിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളിക്ക് ദോഷകരമാകുന്ന കാര്യങ്ങളുണ്ടായാൽ അതിനെ എതിർക്കും. ഗവൺമെൻറ് അങ്ങനെ ഒരു നയം നടപ്പിലാക്കില്ലെന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആലപ്പുഴക്കാരുടെ അടിയന്തര ആവശ്യമാണിതെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാൽ ടൂറിസത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒത്തിരി സാധ്യതകളെ ഗവൺമെൻറ് വിനിയോഗിക്കുന്നുണ്ട്. നല്ല മാറ്റം അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസം മേഖലയിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിടം നഷ്ടമായാൽ ഇനിയും പദ്ധതിയെ എതിർക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസും പറഞ്ഞു. സീപ്ലെയിൻ പദ്ധതിയിൽ ഞങ്ങളുടെ നിലപാട് യാതൊരു മാറ്റവും ഇല്ല. അന്ന് 2013 പദ്ധതി എതിർത്തത് അത് അഷ്ടമുടി കായൽ ഉദ്ഘാടനം ചെയ്ത് വേമ്പനാട് കായലിൽ സീപ്ലെയിൻ എത്തുക എന്നുള്ള പരിപാടി. 2 കായലുകളും വലിയ തോതിൽ മത്സ്യബന്ധനം നടക്കുന്ന കേന്ദ്രങ്ങളാണ്. മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഇത് പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചത്. അന്നത്തെ നിലപാട് തന്നെയാണ് ഇന്നത്തെ ഈ നിലപാട്. അന്ന് ഞങ്ങൾ മാത്രമല്ല സമരം ചെയ്തത്, എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും ധീവരസഭ പോലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടനകളും എല്ലാം ഒന്നിച്ചാണ് സമരം ചെയ്തത്. 17-ാം തീയതി അതേ കോർഡിനേഷൻ കമ്മിറ്റി, അത് കേരളത്തിൽ നിലവിലുണ്ട്, പൊതുവായ വിഷയങ്ങൾ ഞങ്ങൾ കൂടിയാലോചിച്ചാണ് നിലപാടുകൾ എടുക്കാറുള്ളത്. 17-ാം തീയതി ആലപ്പുഴയിൽ ആ കോർഡിനേഷൻ കമ്മിറ്റി കൂടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്നും മത്സ്യബന്ധന മേഖലയിൽ ഇത്തരം പദ്ധതികൾ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ആലപ്പുഴയിൽ ടൂറിസം രംഗത്ത് മറ്റു പല വികസനങ്ങളുമാണ് ആവശ്യം. അതുകൊണ്ട് ടൂറിസത്തിന്റെ പേരിൽ ആലപ്പുഴയിൽ സീപ്ലെയിൻ കൊണ്ടുവരേണ്ടതില്ല. ആലപ്പുഴയുടെ അടിയന്തര ആവശ്യമല്ല സീപ്ലെയിൻ. അതുകൊണ്ട് ജില്ലയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ലെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കി. ജനം, ആലപ്പുഴ.